ഇടയ്ക്ക് കട്ടപ്പനയിൽ ബാങ്കിന് മുന്നിൽ നിക്ഷേപകൻ ആത്മഹത്യ ചെയ്തു. കട്ടപ്പന മുളങ്ങാശ്ശേരിയിൽ സാബുവാണ് റൂറൽ ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുന്നിൽ ജീവനൊടുക്കിയത്. നിക്ഷേപ തുക തിരികെ ആവശ്യപ്പെട്ട് സാബു ഇന്നലെ ബാങ്കിലെത്തിയിരുന്നു. വളരെ വളരെ സങ്കടകരമായ, വളരെ ഖേദകരമായ വാർത്തയാണ്, ഞെട്ടിക്കുന്ന വാർത്തയാണ് ഈ സമയത്ത് പുറത്തു വരുന്നത്. കെ വി സന്തോഷ് കുമാർ ചേരുന്നുണ്ട്. സന്തോഷ്, എന്താണ് വിവരങ്ങൾ ആദ്യം? ഇന്ന് രാവിലെ 7:00 ഈ സാബു ഈ ബാങ്കിന് മുന്നിൽ ആത്മഹത്യ ചെയ്തേക്കട്ടെ. സമീപത്ത് താമസിക്കുന്ന ആളുകളാണ് ഇദ്ദേഹത്തെ അവിടെ സ്റ്റെയർകേസിന് സമീപം തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഇദ്ദേഹം കട്ടപ്പനയിൽ ഒരു വ്യാപാര സ്ഥാപനം നടത്തുന്നയാളാണ്. ഇദ്ദേഹം ഈ കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. 25 ലക്ഷത്തോളം രൂപ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. ഈ പണം തിരികെ ഇദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് ബാങ്ക് പ്രതിസന്ധിയിലായതിനാൽ മാസം തോറും ഒരു കൃത്യമായ തുക നൽകാമെന്ന് ഇവരുമായി ധാരണയുണ്ടാക്കിയിരുന്നു. ഇതനുസരിച്ച് തുക നൽകുന്നുണ്ടായിരുന്നു എന്നാണ് ബാങ്കിന്റെ ഭരണസമിതി പറയുന്നത്. എന്നാൽ ഇതിന് ശേഷം ഇദ്ദേഹം ഇന്നലെ ബാങ്കിലെത്തിയിരുന്നു. ഇദ്ദേഹത്തിന്റെ ഭാര്യ ഒരു ചികിത്സയുടെ ആവശ്യമായി തൊടുപുഴയിൽ ആശുപത്രിയിലാണ്. ആ സമയത്ത് ഈ തുക ആവശ്യപ്പെട്ടുകൊണ്ട് ഇദ്ദേഹം ഇന്നലെ ബാങ്കിലെത്തുകയും ബാങ്ക് ജീവനക്കാരുമായി ചെറിയ ഉണ്ടാകുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇദ്ദേഹം മടങ്ങി പോവുകയും ചെയ്തു. വൈകുന്നേരം സുഹൃത്തുക്കളോടൊപ്പം ഉണ്ടായിരുന്നറിഞ്ഞ് എന്നാൽ രാവിലെ 7:00 ഇദ്ദേഹത്തെ വീട്ടിൽ കാണാൻ വീട്ടുകാർ അന്വേഷിക്കുകയായിരുന്നു. ഈ സമയത്താണ് ഈ ബാങ്കിന് മുന്നിൽ ഇദ്ദേഹത്തെ ആത്മഹത്യ ചെയ്തത് നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ ബാങ്കിൽ നിന്ന് പൈസ കിട്ടാത്തതിനുള്ള പ്രതിസന്ധിയാണോ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലീസ് എന്തായാലും ഇപ്പോൾ ഒരു കാര്യം, ഈ റൂറൽ ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ കുറിച്ച് സന്തോഷ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മയിലുള്ളത്. അവിടെ നിക്ഷേപകർക്ക് പണം കിട്ടാത്ത പ്രശ്നമുള്ള സ്ഥലമാണോ? ഈ ബാങ്ക് മുമ്പ് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന ബാങ്കാണ്. അപ്പൊ 2 വർഷം മുമ്പാണ് CPM നിയന്ത്രണത്തിലേക്ക് ഈ ബാങ്ക് എത്തുന്നത്. ബാങ്ക് പ്രതിസന്ധിയിൽ പ്രവർത്തിക്കുന്ന ബാങ്കാണ്. വളരെ കുറച്ച് നിക്ഷേപകരും അതുപോലെ തന്നെ വളരെ കുറച്ച് വായ്പയും നൽകുന്ന ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ വളരെ വലിയ നിക്ഷേപങ്ങൾ ഉള്ള ബാങ്ക് അല്ലാത്തതിനാൽ കുറച്ച് പ്രതിസന്ധിയിൽ പ്രവർത്തിക്കുന്ന ബാങ്ക് ആയിരുന്നു ഇതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അല്ലെ, നിക്ഷേപകർ ആവശ്യപ്പെടുമ്പോൾ പണം കൊടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ടോ? ഇദ്ദേഹം സാബു ആവശ്യപ്പെട്ട പണം കിട്ടാത്ത പ്രശ്നം ഉണ്ടായിരുന്നു അവിടെ? തീർച്ചയായും ഈ ഇദ്ദേഹം ആവശ്യപ്പെട്ട രീതിയിൽ പണം നൽകാൻ കഴിയാതെ വന്നതിനെ തുടർന്നാണ് ഇവർ തമ്മിൽ ഒരു ചർച്ച നടത്തുകയും ഭരണസമിതി അംഗങ്ങളുമായി ചർച്ച നടത്തിയ ശേഷം മാസം ഇത്ര രൂപ വീതം ഇദ്ദേഹത്തിന് നൽകിക്കൊള്ളാം എന്നൊരു, അതായത് അദ്ദേഹത്തിന്റെ അധ്വാനിച്ച പണം അവിടെ നിക്ഷേപമായിട്ട് ഇട്ടു. അത് ഒന്നിച്ചു കൊടുക്കാൻ ബാങ്കിന് കഴിയാതെ വന്നപ്പോൾ തവണ വ്യവസ്ഥയിൽ അല്പാൽപമായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. ഭാര്യയുടെ ചികിത്സാർത്ഥം ഇന്നലെ ബാങ്കിൽ പോയി കൂടുതൽ തുക ആവശ്യപ്പെട്ടു. അത് അദ്ദേഹത്തിന് കിട്ടില്ല എന്നുള്ളൊരു ബോധ്യം നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായും അത്തരത്തിലൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഇതാണോ ആത്മഹത്യ കാരണം എന്താണ്? പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇയാളുടെ പോക്കറ്റിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പ് കിട്ടിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. സാബു എന്ത് ചെയ്യുന്ന ആളാണ്? എത്ര വയസ്സുള്ള ആളാണ്? 56 വയസ്സ് ആണ്. ഏകദേശം 56 വയസ്സ് വരെ പ്രായമുള്ള ആളാണ്. ഇദ്ദേഹം കട്ടപ്പനയിൽ ഒരു വ്യാപാര സ്ഥാപനം നടത്തുന്ന ആളാണ്. ഒപ്പം മറ്റൊരു ഹോം സ്റ്റേ ഉൾപ്പെടെയുള്ള ഇതും നടത്തുന്ന ആളാണ് സാബു. ശരി, സന്തോഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും 56 വയസ്സുള്ള ഒരു വ്യാപാര സ്ഥാപനം നടത്തുന്ന, ഹോം സ്റ്റേ നടത്തുന്ന, സ്വന്തമായി അധ്വാനിച്ച് പണമുണ്ടാക്കി ജീവിക്കുന്ന മനുഷ്യൻ തൊട്ടടുത്ത ഒരു സഹകരണ സ്ഥാപനത്തിൽ റൂറൽ ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിക്ഷേപിച്ച തുക ഒന്നിച്ച് പിൻവലിക്കാൻ കഴിയാതെ തവണ വ്യവസ്ഥയിൽ കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഭാര്യയുടെ ചികിത്സാർത്ഥം കൂടുതൽ തുക വളരെ പെട്ടെന്ന് അത്യാവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ഇന്നലെ ബാങ്കിലെത്തി സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അത് കിട്ടില്ല എന്നുള്ള ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇന്ന് രാവിലെ 7:30 ആ ധനകാര്യ സ്ഥാപനത്തിന് മുമ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇതാണോ അദ്ദേഹത്തിനെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിച്ച ഘടകം എന്നുള്ളത് അറിയില്ല. പക്ഷേ അതിൻ്റെ പശ്ചാത്തലം എന്തായാലും വളരെ 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 ഗൗരവമുള്ളതാണ്. ഒരിക്കൽ കൂടി പലപ്പോഴും പറയുന്ന പോലെ ആവർത്തിച്ച് പറയുന്നു, ജീവിതത്തിൽ തോറ്റുവെന്ന് തോന്നുകയും ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്യാനെടുക്കുന്ന തീരുമാനം മഠയത്തരമാണ്. പൊരുതി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. അങ്ങനെയുള്ള തോന്നലുകൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുകയും അതിൽ നിന്ന് പരിഹാരം തേടുകയും ചെയ്യുക എന്നുള്ളത് എല്ലാവരും ഓർക്കേണ്ട കാര്യമാണ്.